ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നെല്ലിയാമ്പതിയിലോട്ടുള്ള യാത്രയിൽ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോയാണ്. നെല്ലിയാമ്പതിയുടെ കവാടമായ പാലക്കാട് പോത്തുണ്ടി അണക്കെട്ടും അതുപോലെ തന്നെ കേശവൻ മലയും നമ്മൾ 2 വീഡിയോയായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ മനോഹര കാഴ്ചകളാണ്. കയറി വരുമ്പോൾ തന്നെ മനോഹരമായി സമൃദ്ധമായ പൂന്തോട്ടങ്ങളും ഊർജ്ജസ്വലമായ സസ്യങ്ങളും അതുപോലെ തന്നെ ഒരു ആമയുടെ രൂപം, അതുപോലെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന പൂച്ചെടികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പൂച്ചെടികളെല്ലാം വളരെ മനോഹരമായി സ്റ്റാറിൻ്റെയും അതുപോലെ ഹേർട്ട് ഷേപ്പിലൊക്കെയാണ് വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പലവിധ വർണ്ണങ്ങളിലുള്ള പൂച്ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇത് ജമന്തിയാണെന്ന് തോന്നുന്നു. ജമന്തിയുടെ തന്നെ പല വെറൈറ്റികൾ, ഏകദേശം 30ഓളം വർഗ്ഗങ്ങളുള്ള ഒരു സസ്യജനുസാണ് ജമന്തി. നോക്കുമ്പോൾ കണ്ണെടുക്കാൻ പറ്റാത്തതും അത്ര രസമാണ് ഇവിടെ കാണാൻ. പൂക്കൃഷിക്കായി പോളി ഹൗസിൽ വിവിധ ഇനം പൂക്കളുടെ തൈകളും നഴ്സറിയിൽ പരിപാലിച്ചു വരുന്നുണ്ട്. അലങ്കാര ചെടികളെല്ലാം പോളി ഹൗസിലെത്തിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിൽക്കുന്നുമുണ്ട്. ഇവിടെ പൂച്ചെടികളും പച്ചക്കറി തൈകളും എല്ലാം നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാവുന്നതാണ്. ഹോർട്ടിക്കൾച്ചർ പദ്ധതി വഴി ഫാമിൽ മാതൃക ഹൈടെക് നഴ്സറിയും സ്ഥാപിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ ഊട്ടി എന്നാണ് പൊതുവെ നെല്ലിയാമ്പതി അറിയപ്പെടുന്നത്. നെല്ലിയാമ്പതിയിലെ കാറ്റും കുളിരും ആസ്വദിക്കാൻ എത്തുന്ന സന്ദർശകരും അധികമാണ്. ഇവിടെ ചെറിയൊരു ആമ്പൽക്കുളം കാണാം. അതുപോലെ ഇവിടെ പച്ചക്കറികൾ നട്ടേക്കുന്നുണ്ട്. ബ്രൊക്കോളിയാണെന്ന് തോന്നുന്നു. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ, കൃഷി സ്നേഹികൾ, കൃഷിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം മണ്ണിലേക്ക് ഇറങ്ങി കഠിനാധ്വാനം ചെയ്താൽ ഏതൊരു ജോലിയും സ്വർഗമാകും എന്ന് തെളിയിക്കുന്ന സ്ഥലം. മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ മനോഹരമായ ഒരു കിണറിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ പല വർഗത്തിൽപ്പെട്ട ചെടികൾ, പൂച്ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നത് കാണാം. എല്ലാം വളരെ മനോഹരമാണ്. പല കളറിലും പല ഷേപ്പിലുമായി അത് വെട്ടി ഒതുക്കി മനോഹരമായി. ഇവിടെ ചെറിയൊരു ഓറഞ്ചിൻ്റെ മരം കാണാം. ഓറഞ്ചും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ പൊക്കം കുറഞ്ഞ ഒരു ഓറഞ്ച് മരം. ഇവിടെ നമുക്ക് ജമന്തിയുടെ വെന്തിയുടെയൊക്കെ പല വെറൈറ്റികൾ കാണാൻ സാധിക്കും. പകുതി ചെടിയുടെയും പൂക്കളുടെയും ഒന്നും പേര് അറിയാൻ പാടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും പൂച്ചെടികളും കാണാം. അതുപോലെ പല രൂപത്തിലും ഷേപ്പിലൊക്കെയാണ് അവ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രദർശന സ്റ്റാളാണ്. ഈ പ്രദർശന സ്റ്റാളിൻ്റെ മുമ്പിലായിട്ട് നമുക്കൊരു മുതല ചീങ്കണ്ണിയെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ വളരെ ക്ലീൻ ആയിട്ടാണ് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ പൊതുവെ നല്ല വെയിലുണ്ടെങ്കിലും ഇവിടെ നല്ല ചെറിയൊരു കാറ്റുണ്ട്. നമുക്ക് ചെറിയൊരു കുളിരൊക്കെ തോന്നും. നമുക്ക് ആ വെയിലിൻ്റെ ആഹ്ലാദം നമുക്ക് അത്ര ഏൽക്കത്തില്ല. ഇപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു മൊത്തം ചാമ്പമരങ്ങളിലൊക്കെ ഉള്ള നല്ല തണൽ തരുന്ന ഒരു തോട്ടത്തിലാണ്. ചാമ്പമരത്തണൽ എന്നാണ് അതിൻ്റെ പേര്. നമുക്കിവിടെ ഇത്രയും നാൾ നമ്മൾ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വന്നിട്ട് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ഓരോ മരത്തിൻ്റെ അടിയിലും ഇവർ ചേഴ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൈഡിലായിട്ട് ഒരു ആമ്പൽക്കുളം ഉണ്ട്. ഓരോ ചാമ്പയുടെയും പ്രത്യേകം വെറൈറ്റി ചാമ്പകളായിരിക്കും. അവരുടെയൊക്കെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ മരത്തിൻ്റെയും താഴെയായിട്ടാണ് അവർ ചെയർ പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമാണുള്ളത്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് ചുറ്റി കാണാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ആരും തന്നെ നമ്മുടെ സമയം ഒരിക്കലും വേസ്റ്റായി എന്ന് പറയില്ല. അതുപോലെ നമുക്കിവിടെ കാണാനുണ്ട്, അറിയാനുണ്ട്. നല്ല വിശാലമായ സ്ഥലം, ഒരുപാട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പൂച്ചെടികളും അലങ്കാര ചെടികളും ഉള്ള തോട്ടമാണിത്. ഇവിടെ നമുക്ക് ഹൈഡ്രേഞ്ചിയ ഫ്ലവറാണെന്ന് തോന്നുന്നു, അതിൻ്റെ വെറൈറ്റി പെട്ടതാണ്. അതുപോലെ ബൊഗൈൻവില്ല, അതുപോലെ ചെമ്പരത്തികളുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികൾ ഇവിടെ കാണാം. പിന്നെ ഇത് ഓർക്കിഡിൻ്റെ തന്നെ വെറൈറ്റീസാണെന്ന് തോന്നുന്നു. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് സൈഡിലായിട്ടൊക്കെ ഒരുപാട് ചെടികൾ, വെറൈറ്റി ചെടികളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ കട്ട വെന്തിയും കട്ട ജമന്തിയൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്.
ഈ കട്ട ജമന്തിയും വെന്തിയാണെങ്കിൽ നോക്കി എത്ര ചെറിയ ഇതിലാണ് ഇത്രയും പൂക്കൾ കായ്ച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മരമുന്തിരിയാണെന്ന് തോന്നുന്നു, അത് ഒരുപാട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ പഴങ്ങളും പൂക്കളും ചെടികളും എന്ത് സംഭവമാണെങ്കിലും അതൊന്നും പറിക്കരുതെന്ന് ഇവിടെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. പറിക്കുന്നതെല്ലാം ശിക്ഷാർഹമാണെന്ന്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ് ഏരിയ ആണ്. മാലിന്യങ്ങളും പ്ലാസ്റ്റിക് തുടങ്ങിയ സംഭവങ്ങളെല്ലാം നമ്മൾ മാലിന്യക്കൂടയിൽ മാത്രം നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല കട്ട കളറുള്ള ബൊഗൻവില്ലയുടെ കൂടെ തന്നെ ഇവിടെ സൈഡിലായിട്ട് പാഷൻ ഫ്രൂട്ട് പന്തലിച്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ 50 ഏക്കറോളം സ്ഥലത്ത് ഇവിടെ പാഷൻ ഫ്രൂട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിളവെടുത്തിട്ട് ഇവ നേരിട്ട് വിപണിയിൽ എത്തിക്കുന്നതിന് പകരം സ്ക്വാഷ്, ജെല്ല് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവിടെ മനോഹരമായ ഒരു കുളവും ഏറുമാടവും കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചോളം, സീഡ് കോൺ നട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഗേറ്റ് കടന്ന് മുമ്പോട്ട് പോണത് ഈ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വെയിലിൻ്റെ ഇത് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആമ്പൽക്കുളത്തിലോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആമ്പൽക്കുളം. നമ്മുടെ സന്ദർശകരെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഇവിടെയാണ്. ഈ അമ്പലക്കുളത്തിലെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പോൾ നമുക്കൊരു വിശ്രമ ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നും ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. ഈ ഫാം ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മൾ ഈ ഫാം വിസിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. നമ്മുടെ ഈ ഫാമിൻ്റെ പേര് തന്നെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്നല്ലായിരുന്നോ? നമ്മൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളും പറിക്കുന്നത് ശിക്ഷാർഹമാണെന്ന്. ഇത് പച്ചക്കറി ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ 3 ഹെക്ടറോളം സ്ഥലത്ത് ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ഓറഞ്ച് ഫാമിൽ പച്ചക്കറി ബ്ലോക്കിൽ ഓറഞ്ച് തോട്ടമാണിതെങ്കിലും ഫാമിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിള ഓറഞ്ചാണ്. ഹൈടെക് രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൂടുതലായും ഇവിടെ ബ്രൊക്കോളിയാണ് ചെയ്യുന്നത്. അതുപോലെ ക്യാബേജ്, കോളിഫ്ലവർ, ചൈനീസ് ക്യാബേജ്, വയലറ്റ് ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പയറ് തുടങ്ങി ഇതെല്ലാം ഇവിടുത്തെ പ്രധാന കൃഷിവിളകളാണ്. ഈ വയലറ്റ് ക്യാബേജൊക്കെ നമുക്കങ്ങനെ കാണാൻ കിട്ടാത്തതാണ്. പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ പോളി ഹൗസ് ഉണ്ട്, അതായത് പച്ചക്കറി പഴവിത്ത് തൈ ഉൽപ്പാദനം. പോളി ഹൗസ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെയും ഒരു അമ്പലക്കുളത്തിൻ്റെ ഭാഗം കാണാം. അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ 2 സൈഡുകളിലുമായിട്ട് മനോഹരങ്ങളായ പൂച്ചെടികൾ, പൂന്തോട്ടങ്ങൾ കാണാം. ഇവിടെ എല്ലാം ഇവർ വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിള്ളേർക്കുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ അവിടെ കാണാം. പിന്നെ 2 സൈഡിലുമായിട്ടും നല്ല മനോഹരങ്ങളായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചും അതുപോലെ തന്നെ പച്ചക്കറികളും കൂടാതെ ഫ്രൂട്ട് ഫോറസ്റ്റ് ഏരിയയിൽ എക്സോട്ടിക് ഫ്രൂട്ട്സും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, അതുപോലെ മോസമ്പി, പിന്നെ അല്ലാണ്ടും കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള വിളകളും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദനവും സംസ്കരണവും വിപണനവും ഏകോപിപ്പിച്ച് സംയോജിത കൃഷിയുടെ മികച്ച മാതൃകയാണ് ഈ കൃഷിത്തോട്ടം. നാരകമിനങ്ങളായ മോസമ്പി, ഓറഞ്ച്, മാതളം എന്നിവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പോൾ അതായിരിക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് സെയിൽസ് കൗണ്ടറിലാണ്, വിപണന കേന്ദ്രം. ഇവിടെ നമുക്ക് എല്ലാ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും എല്ലാ പൂക്കളുടെയും നമുക്ക് തൈകൾ കിട്ടും. നമുക്കത് കാശ് കൊടുത്ത് മേടിക്കാവുന്നതാണ്. സമൃദ്ധമായ പൂന്തോട്ടങ്ങളും ഊർജ്ജസ്വലമായ സസ്യങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഇത് പരിവേഷണം ചെയ്യാനും പഴങ്ങളുടെ സ്ക്വാഷുകൾ, ജാം, പുതിയ പച്ചക്കറികൾ എന്നിവ വാങ്ങാനും അവസ്മരണീയമായ ഫോട്ടോഗ്രാഫുകൾ പകർത്താനും പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഈ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം. ഇവിടുത്തെ ചരിത്രം പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് പഴങ്ങളും പച്ചക്കറികളും എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നത്രേ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അക്കാലത്ത് കുന്നുകളിൽ വളരുന്ന ഓറഞ്ച് അവയുടെ മധുരത്തിനും ചെറിയ വലിപ്പത്തിനും പേര് കേട്ടതായിരുന്നത്രേ. ഇവിടെ നമുക്ക് ഒരു ഏറുമാടം, മുമ്പോട്ട് പോകുമ്പോൾ ചെറിയൊരു ഹട്ടും കാണാം. ഹട്ടിനുള്ളിൽ നമുക്ക് സുഖമായിട്ട് കയറിയിരിക്കുന്ന വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ ഏറുമാടാണെങ്കിലും നമുക്ക് സേഫായിട്ട് കയറാവുന്നതാണ്. നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ്.
അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.